ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം അത് പവർ കട്ട് കൂടി ഒരു വലിയ വിഷയമാണ്. അപ്പോൾ അതിൽ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നു. ഈ കറന്റ് പോകുന്നതിന്റെ കാരണങ്ങൾ പോലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പുറത്ത് പല വിശദീകരണങ്ങളും വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങൾ, KSUBയുടെ വിശദീകരണം, സർക്കാർ അതിന് നൽകുന്ന വിശദീകരണങ്ങൾ, ഇതൊക്കെയുണ്ട്. എന്തായാലും ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന് സമാനമായ ഒരു വൈദ്യുതി പ്രതിസന്ധി അത് സംസ്ഥാനം മുമ്പും നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിശദീകരണം. ദീർഘകാല കരാറിലൂടെയാണ് അന്ന് കേരളം പ്രതിസന്ധി മറികടന്നത്. 465 മെഗാവാട്ട് വൈദ്യുതി ദീർഘകാല കരാർ വഴി അന്ന് ലഭിച്ചിരുന്നു. 2019-ലും 2020-ലും സംഭരണികളിൽ സ്റ്റോറേജ് കുറഞ്ഞിരുന്നു. സമാനമായി ഈ വർഷവും സംഭരണികളിൽ സ്റ്റോറേജ് 28% കുറഞ്ഞു. വൈദ്യുതി മാർക്കറ്റിൽ ഇല്ലാത്തതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു. സുനിഷ അയ്യല്ലൂർ ചേരുന്നു. സുനിഷ, നമുക്ക് എന്താണ് ഇപ്പോൾ മനസ്സിലാവുന്നത്? ഈ ഒരു പ്രതിസന്ധി അത് സമാനതകളില്ലാത്തതാണെന്ന് KSEB പറയുമ്പോഴും വസ്തുതകൾ എന്താണ്? ഇതിനു മുൻപ് ഇത്തരം പ്രതിസന്ധികളെ നേരിട്ടത് എങ്ങനെയാണ്? റോഷ്നി, ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരിടുന്നത് ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞു എന്നുള്ളതാണ്. മഴ കുറഞ്ഞത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ 29%-ലേക്കൊക്കെ സംഭരണികളുടെ വാട്ടർ ലെവൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതേ സാഹചര്യം മുൻ വർഷങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സംഭരണികളുടെയൊക്കെ ഒരു ശേഷി നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ റോഷ്നി പറഞ്ഞതുപോലെ 2019-ൽ 12%-ലും താഴെയായിരുന്നു സംഭരണികളിൽ ഉണ്ടായിരുന്നത്, സംഭരണികളിൽ സ്റ്റോറേജ് ഉണ്ടായിരുന്നത്. 2020-ലും 2023-ലും സമാനമായ സ്ഥിതി തന്നെയായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അന്നൊന്നും പവർ കട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഒരു പക്ഷേ ഈ LDF എടുത്തു കാണിക്കുന്നത്. അതായത് LDF സർക്കാരിന്റെ കാലത്തും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമായിരുന്നു ആദ്യഘട്ടം മുതൽ പറയുന്നത്. പക്ഷേ അന്ന് തരണം ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് ദീർഘകാല കരാർ നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരിക്കെ 2014-ൽ നമ്മൾ ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. അത് 25 വർഷത്തേക്ക് 4.96 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതായിരുന്നു. പക്ഷേ അത് 2023-ലാണ് പിന്നീട് ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുവരെ നമുക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ ഈ 465 മെഗാവാട്ട് വൈദ്യുതി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, മാർക്കറ്റിൽ നിന്ന് തന്നെ വൈദ്യുതി ലഭിക്കുന്ന ഒരു സാഹചര്യം, നിലവിൽ മാർക്കറ്റിൽ നിന്ന് പോലും വൈദ്യുതി കിട്ടാത്തൊരു സ്ഥിതി കൂടിയുണ്ട്. അതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോഴുള്ള സർക്കാർ UDF സർക്കാരും ആവർത്തിച്ചു പറയുന്നത്. അങ്ങനെ ഒരു കരാർ ഒരു പക്ഷേ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ നേരിടുന്നത് 600 മെഗാവാട്ടിന്റെയൊക്കെ കൂടുതലാണ് ഒരു ദിവസം ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് 465 മെഗാവാട്ട് ദീർഘകാല കരാർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ 465-500 മെഗാവാട്ട് നമുക്ക് ഇതിന് ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പോലും നിയന്ത്രണം ഒഴിവാക്കി പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് UDF സർക്കാർ ആവർത്തിച്ച് പറയുകയും ചെയ്തത്. ഇപ്പോൾ KSEB മറ്റൊരു കണക്ക് പറയുന്നത്, അതായത് ഈ 10 വർഷത്തിനിടയിലെ ഉയർന്ന വൈദ്യുതി ഉപയോഗം ഈ ജൂലൈ മാസത്തിലാണ് എന്നുള്ളതാണ്. അങ്ങനെ 10 വർഷം 2016 മുതൽ 2026 വരെയുള്ള ഓരോ കണക്കുകളും ഓരോ ദിവസവും എത്ര വൈദ്യുതിയാണ് ഉപയോഗിച്ചത്, അതായത് ജൂലൈ 16-ാം തീയതി എത്ര വൈദ്യുതിയാണ് ഉപയോഗിച്ചത്, ഈ ജൂലൈ മാസത്തെ കണക്കുകൾ വെച്ചാണ് ഇപ്പോൾ KSEB ഒരു റിലീസ് ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ 10 വർഷത്തെ ജൂലൈ മാസത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം നോക്കുമ്പോൾ ഈ 2026 ജൂലൈ 14 വരെയുള്ള സാഹചര്യം മാത്രം നോക്കിയാൽ മതി. അതാണ് ഏറ്റവും ഉയർന്നത് എന്നുള്ളതാണ് KSEB ഉയർത്തിക്കാട്ടുന്നത്. ഏതായാലും സമാനമായ പ്രതിസന്ധി നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ കരാറായിരുന്നു അന്ന് വൈദ്യുതി നിയന്ത്രണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. പക്ഷെ നിലവിൽ ആ കരാർ റദ്ദാക്കിയത് അത് സാരമായി തന്നെ നിലവിലെ പ്രതിസന്ധിയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് UDF സർക്കാർ പറയുന്നത്. അത് തന്നെയാണ് സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. റോഷ്നി, ശരി, സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്.